Debate with Dr. Arun Kumar. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് UDF നേടിയത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുവെന്നാണ് CPM-ന്റെ ആരോപണം. എന്നാൽ CPM-ന്റേതടക്കമുള്ള എല്ലാ വോട്ടുകളും തങ്ങൾക്കു കിട്ടിയെന്നാണ് UDF-ന്റെ നിലപാട്. ആർക്കുള്ള പാഠമാണ് ഈ തിരഞ്ഞെടുപ്പ് വിധി എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. അധികാരം നിലനിർത്താൻ ലീഗ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നു. SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടുന്ന നിലയിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നു. തന്റെ വിമർശനം പാണക്കാട് തങ്ങൾക്കെതിരെ അല്ലെന്നും ലീഗിനെതിരെയാണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഒരു പ്രശ്നമായിരുന്നു. ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത്. അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ കൂടെ ഈ കേരളത്തിൽ മന്ത്രിസഭയിൽ ഇരിക്കുകയായിരുന്നു അന്ന് ലീഗ്. പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനമാണ്. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടിലേക്കല്ലേ അവർ മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ പാണക്കാട് സാദിഖലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. പാലക്കാട്ടെ UDF വിജയം വർഗീയ വോട്ട് വാങ്ങിയെന്ന ആരോപണം ആവർത്തിക്കുകയാണ് CPIM. വടകര ഡീലിന്റെ തുടർച്ചയാണ് വിജയമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. ഖുറാൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക. എവിടെ എത്തി UDF? എവിടത്തേക്കെത്തി? SDP-ഐ അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ SDP-യോടൊപ്പം പോവുക. എന്ത് രാഷ്ട്രീയമാണിത്? നമ്മുടെ രാജ്യത്തിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല. ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട്. ആ നയം BJP-യെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. മതന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ കോൺഗ്രസ് കൂട്ടുപിടിച്ചത് SDP-യാണെന്നും UDF-ന്റെ ഘടകകക്ഷികളെക്കാൾ അക്ഷീണം പ്രവർത്തിച്ചത് SDP ആണെന്നും P. സരിൻ പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത, അകറ്റി നിർത്തുന്ന BJP-യെ പോലെ തന്നെയുള്ളൊരു സ്ഥാനമാണ് SDP-യും. ഒരേ സമയം SDP-യെ ചാരി രാഷ്ട്രീയം പറയുന്ന BJP-യും BJP-യെ ചാരി രാഷ്ട്രീയം പറയുന്ന SDP-യെ പോലെയുള്ള സംഘടനകളും, ഈ രണ്ട് സംഘടനകളെയും ചാരി നിന്നുകൊണ്ട് വോട്ട് വാങ്ങിയ കോൺഗ്രസും പാലക്കാടൻ ജനതയെ കാണുന്നത് തികഞ്ഞ അവജ്ഞയോടുകൂടി പുച്ഛത്തോടും കൂടിയാണ്. എന്നാൽ BJP-ക്ക് വോട്ട് കുറഞ്ഞതിൽ വെപ്രാളം എന്തിനെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയത് പിണറായി വിജയനാണെന്നും തിരിച്ചടിച്ചു. BJP-ക്ക് വോട്ട് കുറഞ്ഞതിന് CPM-ന് എന്തിനാണ് ഇത്ര സങ്കടം? ഈ ശ്രീധരൻ പിടിച്ച വോട്ട് 39,000 ആയി. അപ്പൊ BJP-യുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJP-ക്കാരെക്കാൾ സങ്കടം CPM-നാണ്. ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് വലിയ വിരോധം. 10-30 വർഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. ഈ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണെന്ന് CPM പറയാണ് BJP-യുടെ കൂടെ നിന്നുകൊണ്ട്. ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട്. SDP വോട്ട് കിട്ടിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. SDP-യെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDP-യെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDP കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയല്ലേ? ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത്. SDP-ക്ക് പാലക്കാട് എത്ര വോട്ടുള്ളത്? ഇവർ പറയുന്നൊരു വർഗീയതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മുനമ്പം കുത്തിയിളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് പാലക്കാടിൻ്റെ വിജയമാണ്, വർഗീയതയുടെ വിജയമല്ല. വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്. പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം BJP-യുടെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ വീടാന്തരം കയറി BJP പ്രസിഡന്റ് വർഗീയമായി ഒക്കെ പ്രചരണം നടത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരാണ് ഒന്നാമത്? ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ 26-ൽ തരാം. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, BJP പ്രതിനിധി TP സിന്ധുമോൾ എന്നിവരാണ്. ഞാൻ ആദ്യം രാജു പി നായരിലേക്ക് പോകുന്നു. ശ്രീ രാജു പി നായർ, ഇന്നും CPM ആവർത്തിക്കുന്നത്
പാലക്കാട് നിങ്ങൾ നേടിയിരിക്കുന്ന വിജയം SDP-യും ജമാഅത്തെയും കൂട്ടുപിടിച്ചാണ്. വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് നേടിയ വിജയം എന്നാണ് CPM പാലക്കാട്ടെ UDF-ന്റെ വിജയത്തെ കാണാൻ ശ്രമിക്കുന്നത്. 12,000 വോട്ട് വർദ്ധിച്ചതോ BJP-യുടെ വോട്ട് 50,000-ൽ നിന്ന് 39,000 കുറയ്ക്കാൻ കഴിഞ്ഞതോ ഒന്നും CPM കണക്കിലാക്കുന്നതേയില്ല. ഇനി വരുന്ന ദിവസങ്ങളിലുമുള്ള നരേറ്റീവ് അതുതന്നെയായിരിക്കും. ശ്രീ രാജു പി നായർ. അരുൺ, അത് പറയുന്നതിന് മുമ്പ് അരുൺ ആദ്യം തന്നെ ഇന്നലെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം പറയുന്നുണ്ടായി. അതിന് ഞാൻ ചർച്ചയിലിരിക്കുമ്പോൾ മറുപടി പറയാതെ പോകാൻ കഴിയില്ല. പക്ഷെ ആ മറുപടി പറയുമ്പോൾ അരുൺ ഉന്നയിച്ച CPM-ന്റെ ചോദ്യത്തിലൂടെയുള്ള മറുപടിയാവും. ഇന്നലെ വസ്തുതാവിരുദ്ധമായിട്ടും ഇത്തരത്തിൽ CPM ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു കണ്ടല്ലോ CPM-ന്റെ ലൈൻ, ആ CPM-ന്റെ ലൈൻ റോഷിപ്പാൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ മാധ്യമവിഭാഗത്തിന് അത്തരത്തിലുള്ള നിലപാടെടുക്കേണ്ടി വന്നത്. തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ആ തെറ്റായ കാര്യങ്ങൾ അത് SDP-യോടൊപ്പം ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് വരെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഉള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൻ്റെ വക്താക്കളാണ് ആ പ്രതിഷേധം അറിയിച്ചത്. അത് ഇതിനു മുമ്പും ഇത്തരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ചില സമീപനങ്ങളുണ്ടായപ്പോൾ അരുൺ ഓർമ്മയുണ്ടല്ലോ, നമ്മളതിനകത്തൊരു ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടി വന്നു. അവസാനം അതിനുള്ള ഖേദപ്രകടനം പോലും എയർ ചെയ്യേണ്ടി വന്നത്, വായിക്കേണ്ടി വന്നത് ദൗർഭാഗ്യവശാൽ അരുണിന് തന്നെയാണ് എന്നതും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു ബയസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വരുമ്പോൾ അരുൺകുമാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോ അരുൺകുമാറിന് ഞാൻ അയച്ചേണ്ടി വരും. നിങ്ങളുടെ മാധ്യമപ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാത്ത മാധ്യമ സ്ഥാപനം ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മാത്രം പേരിൽ എഡിറ്റേഴ്സ് അവറിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ മുതലാളി വന്നിരുന്ന വയനാട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയും വിമർശിക്കാൻ പാടില്ലൊന്നുമില്ല. രാജു പി നായർ, നമ്മൾ അതിലേക്ക് ചർച്ച പോയാൽ എനിക്ക് മറ്റു ചർച്ചകളെ അതിഥികളെയും പിരിച്ചുവിട്ട് നമ്മൾ തമ്മിലുള്ള ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ല. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് ആ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ശരി, ശ്രീ അരുൺകുമാർ ഖേദപ്രകടനം നടത്തിയിട്ടില്ല എന്ന് അരുൺ പറയാൻ സാധിക്കും. ഏതിലാണ് ഞാൻ ഖേദപ്രകടനം നടത്തിയത്? കേരളത്തിലെ ഇന്ത്യയും ഏതെങ്കിലും ഒരു പൗരന് രാഹുൽ ഗാന്ധി ഏർപ്പെടുത്തിയതും അതിനുശേഷം ബഹിഷ്കരണം പിൻവലിക്കുന്നത് അരുൺ നടത്തിയ ഖേദപ്രകടനത്തിലൂടെയാണ്. അരുൺ നിഷേധിക്കാൻ സാധിക്കും. നോക്കൂ, ഇവിടെ എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? നിസാർ കുംബ്ല, എൻ്റെ കയ്യിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നിസാർ കുംബ്ലയുടെ മെസ്സേജ് ഞാൻ വായിക്കാം. SDP-യുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിയില്ല. കൈപ്പാങ്ങിന് തീർത്തിയാൽ തീർത്തേക്കണം കൊങ്ങികളെ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമാണ് അതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. SDP-യുമായുള്ള വോട്ട് ബന്ധത്തെക്കുറിച്ചോ SDP ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ കഴിയില്ലേ ശ്രീ രാജു പി നായർ? അല്ല, അവിടെ കോൺഗ്രസും SDP-യും തമ്മിൽ ഒരുമിച്ചാണെന്നുള്ളത്. പിന്നെ റോഷിപാൽ പറഞ്ഞു എന്താ, SDP-യുടെയും ജമാഅത്തയുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസിന് പാലക്കാട് പച്ച തൊടാൻ കഴിയില്ല എന്നാണ്. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞല്ലോ EP ജയരാജന്റെയും പിണറായി വിജയന്റെയും വർഗീയത റോഷിപ്പാലിന്റെ നാക്കിലൂടെ പുറത്തു വന്നാൽ അത് രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് തന്നെ തിരിച്ചു പറയും. നിങ്ങളുടെ ഫ്ലോറിൽ വന്നിരുന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് CA2-ന്റെ മാർച്ച് വിട്ട പോലെയൊന്നും ഞങ്ങൾ അയക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. നിങ്ങൾ ജനാധിപത്യപരമല്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൽ നിരക്കാത്ത ഇത്തരം നിലപാടെടുത്തപ്പോൾ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ SDP-യുടെ വോട്ട് UDF സ്വീകരിക്കുന്നുണ്ടോ, SDP-യുടെ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ, കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എത്ര തവണയാണ് നമ്മൾ ചോദിച്ചത്? നിങ്ങളൊരു മറുപടി പറഞ്ഞോ. SDP-യുടെ പേര് നിങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ അരുൺകുമാർ PDP CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ ചോദ്യം ചോദിക്കാഞ്ഞത്? നോക്കൂ, നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ പറയുക. ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയനുമായി 1990-കളിൽ CPM-യുമായി ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാം, അത് നമ്മൾ ചോദിക്കും. SDP ആണ് ഇവിടെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ജമാഅത്തെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ചേലക്കരയിൽ SDP-യുടെ പിന്തുണ PV അൻവറിനായിരുന്നു.
പാലക്കാട് പിന്തുണ മാത്രമല്ല 7ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും SDP ആഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പ്രവർത്തകനെ കൈപ്പാങ്ങിൽ കിട്ടിയാൽ തീർത്ത് കളയണമെന്ന് പറയുന്ന ജനാധിപത്യ ബോധം കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി? അല്ലല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് എന്നുള്ള നിലയിലാണ്. അതെ, നിങ്ങൾ CPM-ന്റെ നാവായിട്ട് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ, CPM-ന്റെ രാഷ്ട്രീയം നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ പറയാൻ തുടങ്ങിയാൽ, ഞങ്ങൾ CPM-നെ കൈകാര്യം ചെയ്ത പോലെ മാധ്യമത്തെ കൈകാര്യം ചെയ്യും. കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നത് കോൺഗ്രസിന്റെ നിലപാടാണോ രാജു പി നായർ? കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നത് കോൺഗ്രസിന്റെ നിലപാടാണോ? കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നുള്ള SDP നിലപാട് കോൺഗ്രസ് നിലപാടാണോ രാജു പി നായർ? അരുൺ, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് എന്ന രീതിയിൽ പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാടാണ് എനിക്ക് അറിയേണ്ടത്. കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണം എന്ന നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സൈബർ പോരാളികൾ പറയുന്നതിനെല്ലാം CPM ഔദ്യോഗികമായിട്ട് വക്താക്കൾ വന്ന് മറുപടി പറയട്ടെ. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല. താങ്കളാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഞാൻ ഈ ചർച്ചയ്ക്ക് താങ്കളെ ക്ഷണിച്ചതല്ല. ഞാൻ CPM-ന്റെ ആരോപണം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് നിങ്ങളുടെ മുതിർന്ന നേതാവടക്കം, പേര് പറയണമെങ്കിൽ ഞാൻ പേര് പറയാം, നിങ്ങളുടെ മുതിർന്ന നേതാവടക്കം പിന്തുണ പ്രഖ്യാപിച്ച, കേൾക്കൂ, എങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. ആ മറുപടി, നിങ്ങളുടെ മുതിർന്ന കോൺഗ്രസ് നേതാവടക്കം തമ്പ് ഇംപ്രഷൻ ഇട്ട് പിന്തുണ പ്രഖ്യാപിച്ച കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളഞ്ഞേക്കണം എന്ന നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അരുൺകുമാറെ, ഞാൻ അതല്ലല്ലോ, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് SDP-യുടെ നിലപാടുമായി സാമ്യമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്, ഒരു മിനിറ്റ് അരുൺ, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് നിങ്ങളുടെ ഫ്ലോറിൽ വന്നിരുന്ന് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് പറയുന്നത്. നിങ്ങൾ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കില്ല. ഞങ്ങൾക്കെതിരെ എത്ര റിപ്പോർട്ട് ചെയ്യുന്നു, എത്രയോ റിപ്പോർട്ടിംഗ് നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതിനെ CPM-ന്റെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ നിങ്ങൾ രാഷ്ട്രീയ വിമർശനം നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ രാഷ്ട്രീയ വിമർശനം നടത്തുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആരോഗ്യകരമായ സംവാദമായിട്ട് മനസ്സിലാക്കുന്ന മെച്യൂരിറ്റി റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കും എഡിറ്റോറിയൽ അംഗങ്ങൾക്കുമുണ്ട്. പക്ഷേ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണം എന്ന് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ കുറിച്ച് നിങ്ങളുടെ കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ്. ഇന്നലെ ജ്യോതികുമാർ ചാമക്കലയും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് പറഞ്ഞു. ഞാനതല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയുകയാണ്, ഞാൻ അതാ പറയുന്നത്, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് നിങ്ങൾ നടത്തിയാൽ ഞങ്ങൾ കൈരളി ന്യൂസിന്റെ ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്യണ പോലെ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാറിയാം. ആയതുകൊണ്ടാണോ ഏതോ ഒരു കോൺഗ്രസിന്റെ അല്ലല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വാദം ദുർബലമാണെന്ന് തോന്നുന്നുകൊണ്ടാണോ അങ്ങനെ അങ്ങ് അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്? എനിക്കാകെ നിങ്ങൾക്ക് റോഷിപാൽ റിപ്പോർട്ട് ചെയ്ത രീതിയെ വിമർശിക്കാം. ഞാനോ ഞങ്ങൾ എഡിറ്റോറിയൽ അക്ഷമ കാണിക്കാതിരിക്കൂ. SDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ നയത്തിലൊന്നും SDP മാറ്റം വരുത്താറായിട്ടില്ലല്ലോ. ഒരു നിമിഷം കേൾക്കൂ, രാജു പി നായർ കേൾക്കൂ. ഞാൻ പറയുന്ന ചോദ്യം അങ്ങ് കേൾക്കൂ. റോഷിപാലിന്റെ റോഷിപാലിന്റെ റിപ്പോർട്ടിങ്ങിനോട് താങ്കൾക്ക് വിയോജിക്കാം. അരുൺകുമാറിൻ്റെയോ സ്മൃതി പരുത്തിക്കാടിൻ്റെയോ സുജയ പാർവതിയുടെയോ ഞങ്ങളുടെ ഉണ്ണി ബാലകൃഷ്ണൻ്റെയോ ആരുടെ എഡിറ്റോറിയൽ നിലപാടുകളോടും നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. ആ രാഷ്ട്രീയ വിമർശനം ഞങ്ങളുടെ ചാനൽ തന്നെ ഞങ്ങൾ ഏറെ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതാണ് ജനാധിപത്യം. പക്ഷേ കൈപ്പാങ്ങിന് തീർത്ത് കളഞ്ഞേക്കണം എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു മറുപടിയും നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, SDP-യുടെ ആഹ്ലാദം റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടറെ വളഞ്ഞിട്ടാക്രമിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. രാജു, ഇനി താങ്കൾക്ക് മറുപടി പറയാം. അരുണിന്റെ വാദം അരുണിന് തന്നെ ദുർബലമായി തോന്നുകൊണ്ടാണ് ഈ പറയുന്ന സൈബർ ഇടത്തിൽ വന്ന ഒരു കമന്റ് എടുത്ത് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങൾ മാധ്യമ വിഭാഗം ഔദ്യോഗികമായിട്ട് എടുത്ത നിലപാടാണ് പറഞ്ഞത്. മനസ്സിലായി? നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, റോഷിപാൽ വ്യാജ കാർഡുകളെ കുറിച്ച് പറഞ്ഞു. വ്യാജ കാർഡുകൾ അങ്ങനെയാണെങ്കിൽ സരിന്റെയും ഭാര്യയുടെയും വ്യാജ കാർഡിനെ കുറിച്ച് എന്താ പറയുന്നത്?
എങ്ങനെയാ വ്യാജക്കാട് അവിടെ മാത്രം ഇല്ലാതെ പോകുന്നത്? ഒരു നിമിഷം വീണ്ടും രാജു പിതാവ് താങ്കൾ വാദിച്ചു തോക്കരുത്. ആ വിഷയം ഞങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. താങ്കൾക്കറിയാമല്ലോ, കൃഷ്ണ എന്ന വീട്ടിൽ 72ാമത്തെ ബൂത്തിൽ 472ാമത്തെ ഹൗസ് നമ്പറുള്ള സരിന്റെ വീട്, ആ വീട് തെരഞ്ഞെടുപ്പിന്റെ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നതല്ലേ മേൽവിലാസം? ആ മേൽവിലാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ആ വോട്ടല്ലേ നിങ്ങൾ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ ഏജന്റുമുള്ള ഒരു സ്ഥലത്ത് സരിൻ പോയി ചെയ്തത്? നിങ്ങൾക്ക് അവിടെ ഒബ്ജക്ഷൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ ഒബ്ജക്ഷൻ ആവുക? അരുണിന്റെ ജില്ലയിൽ 14 ജില്ലകളിൽ അരുണിന്റെ വീടുണ്ട്. അരുൺ 14 ജില്ലയിൽ പോയി വോട്ട് ചേർക്കുവോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 6A കോളത്തിൽ നിങ്ങൾക്ക് മണ്ഡലം മാറാനുള്ള അവകാശമുണ്ട്. ആ മണ്ഡലം മാറാനുള്ള അവകാശം ഉപയോഗിച്ച് നോക്കൂ സാർ, നോക്കൂ, താങ്കൾ ഈ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത് ശ്രീ രാജു പിന്നെ അങ്ങ് കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്യുന്ന ഒരു നേതാവാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ? ഞാൻ പറയുന്നത് കേൾക്കൂ, അങ്ങ് പറയുന്നത് കേൾക്കൂ. അല്ല കേൾക്കൂ, അങ്ങ് താങ്കൾ പറഞ്ഞത് കണ്ണാടി പഞ്ചായത്തിലേക്ക് വ്യാജ വോട്ടുകൾ ചേർത്തത് ആ വീട്ടിലെ മേൽവിലാസം ഇല്ലാതെയാണ്, അവിടെ വീടില്ലാതെയാണ്. അതിന് നേതൃത്വം നൽകിയ പ്രവർത്തകർ ആരാണ്? ആരുടെയൊക്കെ പേരുകൾ ചേർത്തു. ഞങ്ങൾ അവരുടെ പ്രതികരണം സഹിതം അവർക്ക് മേൽവിലാസമില്ല എന്നത് സഹിതമാണ് കൊണ്ടുവന്നത്. അത് നിങ്ങളും അംഗീകരിക്കേണ്ടതല്ലേ? ജനാധിപത്യ പ്രക്രിയയിൽ വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർക്കുന്നത് ശരിയാണോ? അതുപോലെയാണോ സരിന്റെ കാര്യം? സരിനും സൗമ്യക്കും അവിടെ വീടില്ലേ? ആ വീട്ടിൽ മേൽവിലാസമില്ലേ? ആ മേൽവിലാസത്തിൽ കരമടച്ചിട്ടില്ലേ? ആ കരമടച്ചതിന്റെ പേരിലല്ലേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് അഫിഡവിറ്റ് കൊടുത്തത്? അരുൺ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാവോ? പറഞ്ഞോളൂ. ഒരു വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്താണ്? അങ്ങൊന്ന് പറയൂ. ഒരു മണ്ഡലത്തിൽ റേഷൻ കാർഡോ പാസ്ബുക്കോ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്ന എന്തെങ്കിലും ഒരു രേഖയോ ഉണ്ടാവണം. അത് നിലവിൽ സരിനില്ലേ? ആണല്ലോ. എത്ര മാസത്തെ താങ്കൾ വായിക്കൂ, 6A വായിക്കൂ, നിർദ്ദേശം വായിക്കൂ. 6 മാസം എന്നുള്ളത് താങ്കളൊന്ന് വായിച്ചു കേൾപ്പിക്കൂ. എത്ര മാസത്തെയാണ്? വായിച്ചു കേൾപ്പിക്കൂ. എത്ര മാസത്തെയാണ്? വായിച്ചു കേൾപ്പിക്കൂ. എത്ര മാസത്തെയാണ് പറയൂ. എവിടെയാ ആ ഇൻസ്ട്രക്ഷൻ? എവിടെയാണ് 6 months ക്ലോസ്? അപ്പൊ അങ്ങ് പഠിച്ചില്ലേ? അപ്പൊ അങ്ങ് പഠിക്കാൻ പറയൂ, അങ്ങ് വായിച്ചു കേൾപ്പിക്കൂ. അല്ല, അപ്പൊ അങ്ങ് പഠിക്കാൻ അങ്ങ് വായിച്ചു കേൾപ്പിക്കൂ. അല്ല, 6 മാസം എവിടെ? ഏത് ക്ലോസ്? ആ മണ്ഡലത്തിൽ ആ അഡ്രസ്സിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം. ഏത് ക്ലോസ് ഉണ്ട്? ആ ക്ലോസ് ഞാൻ വായിച്ചു തരാം. 6 മാസം ആ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം. 6 മാസം സ്ഥിരതാമസക്കാരനാവണമെങ്കിൽ എങ്ങനെയാ ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യുക? അപ്പൊ ഒറ്റപ്പാലത്തുള്ള വോട്ട് വ്യാജമായിരുന്നോ? അപ്പൊ ഒറ്റപ്പാലത്തെ വോട്ട് വ്യാജമാണോ? വാദിച്ച് തോക്കല്ലേ അരുണേ? ഞങ്ങളതിനെ ഒരു പ്രശ്നമാക്കി എടുക്കും. ഞാനിപ്പോ ആ ക്ലോസ് എടുത്ത് കൊണ്ടില്ല, ഇപ്പൊ ആ ചർച്ച ചെയ്തതിന് കൊണ്ടുവന്നേനെ. പക്ഷേ ഞാനല്ലല്ലോ ഇതൊന്നും ചർച്ചയിൽ കൊണ്ടുവന്നത്, താങ്കളാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. താങ്കൾ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ചർച്ചയിലല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശ്രീ ഒരു നിമിഷം, നമ്മുടെ റോഷിപാലുണ്ട്. ശ്രീ രാജു ഒരു നിമിഷം, റോഷിപാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. നമുക്ക് കേൾക്കാം റോഷിപാലിനെ നേരിട്ട് കേൾക്കാം. റോഷിപാൽ ചേർന്നതിനെ കുറിച്ച് അങ്ങാണല്ലോ മാത്രമായ റിപ്പോർട്ട് പറഞ്ഞത്. കേൾക്കൂ, റോഷിപാൽ SDPയുടെ നാവായിട്ട് റോഷിപാൽ സംസാരിച്ചാൽ ഞങ്ങൾ SDPയുടെ നാവായിട്ട് റോഷിപാൽ സംസാരിക്കുന്നത് നിങ്ങൾക്കല്ലേ SDP പിന്തുണ നൽകിയത്? ആ ആഘോഷം നടത്തിയത് റോഷിപാലിന് വേണ്ടിയാണോ? ആഘോഷം നടത്തിയത് SDP ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് പിന്തുണ. ഇത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാൻ കഴിയുമായിരുന്നില്ലേ രാജു പി നായർ? ഈ പറയുന്ന ആർജവത്തോടു കൂടി SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കാത്തത് എന്താണ് രാജു പി നായർ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ തെരഞ്ഞെടുപ്പിലും ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് തന്നെയാണ്. അത്ര എളുപ്പം സ്വീകരിക്കാവുന്ന നിലപാടാണ് രാജു പി നായർ. നേരിട്ടുള്ള ചോദ്യമായിരുന്നില്ലേ SDPയുടെ വോട്ട് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ആ പേര് പറയാൻ ഭയമാണ്. SDPയുടെ പേര് പറയാൻ ഭയമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്തു കളയണമെന്ന് പറയുന്നത് ന്യായമല്ല. നമുക്ക് റോഷിയെ കൂടി കൊണ്ടുവരാം. പോരാടുന്ന ഞങ്ങൾക്ക് എന്തു ഭയം? അരുണെ, RSSനോട് നേർക്കുനേർന്ന് പോരാടുന്ന ഞങ്ങൾക്ക് എന്ത് ഭയം? പിൻവാതിലൂടെ പോയി RSSന്റെ തിണ്ണതിറങ്ങുന്ന പിണറായി വിജയനോട് ഭയം. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യം പിണറായി വിജയൻ CPM പറയണം. എനിക്ക് റോഷിപാൽ പറഞ്ഞതിലെ കമന്റ് മാത്രമേ എനിക്ക് താങ്കളുടെ മുന്നിൽ വെക്കാനുള്ളൂ. അതിന് മറുപടി അരുൺകുമാർ പറഞ്ഞോളൂ. എനിക്ക് റോഷിപാലിനെ കൂടി താങ്കൾ കേൾക്കൂ. റോഷിപാലിനെ കൂടെ റോഷിപാൽ റിപ്പോർട്ട് ചെയ്തതും ഞങ്ങളിതാ താങ്കളെ കേൾപ്പിക്കാം. ഇതിലെവിടെയാണ് താങ്കൾക്ക് വസ്തുതാവിരുദ്ധമായി തോന്നിയതെന്ന് കൂടി പറയണം. റോഷിപാൽ, താങ്കൾ പറഞ്ഞത് SDPയുടെയും ജമാഅത്ത് വോട്ടുകളില്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ UDFന് കഴിയില്ല എന്നതാണ് UDF കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില നേതാക്കളെ പ്രകോപിപ്പിച്ചത്. റോഷിപാൽ അങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്തത്?
അജിത്കുമാർ, ഇന്നലെ നമുക്കറിയാം വോട്ടെടുപ്പ് അതിന്റെ കൗണ്ടിംഗ് പൂർത്തിയായതിനു ശേഷം കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ SDPIയുടെ ആഹ്ലാദ പ്രകടനം അത് ആദ്യം ക്യാമറയിൽ പകർത്തുന്നത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന വിനയരാജായിരുന്നു. ആ ദൃശ്യങ്ങൾ അത് ഏറുകയും ചെയ്തു. ആ സമയത്ത് ആ പ്രകടനം നടക്കുന്ന ഇടത്ത് മറ്റു ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം അത് കൃത്യമായി വരികയും ചെയ്തു. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ് സ്വാഭാവികമായും ഇപ്പോഴും ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിച്ചതെന്ന് കരുതുന്നു. അതിനുശേഷം വൈകിട്ടോടെ ഈവനിംഗ് ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം വരികയും ആ പ്രതികരണത്തിന് ശേഷം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഞാൻ ലൈവിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുമ്പോൾ അതിൽ ചില പരാമർശങ്ങളാണ് പിന്നീട് വൈകിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എനിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി കൊണ്ടുവന്നത്. അതിൽ കൃത്യമായി ജമാഅത്ത് ഇസ്ലാമി മുൻകാലങ്ങളിൽ ആരെ പിന്തുണച്ചിരുന്നു, ആർക്കൊപ്പം നിന്നിരുന്നു എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് വളരെ വിശദമായിട്ടാണ് ഞാനത് ഒരു അവലോകനം പോലെ പറഞ്ഞു പോയത്. അതിൽ എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി ഈ പറഞ്ഞ ഒരു വാചകം മാത്രം എടുത്ത് അത് വലിയ വിവാദമാക്കി. ഇതിനൊക്കെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരമുള്ള ഒരു വേട്ടയാടൽ, അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അന്ന് പാലക്കാട് ഞാൻ എത്തിയപ്പോൾ മുതൽ ഈ നേതാക്കളൊക്കെ ഞങ്ങളുടെ പയ്യനെ നിരന്തരം വേട്ടയാടിയത് താനാണെന്ന് പലപ്പോഴായി വ്യക്തിപരമായി പറഞ്ഞിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഇങ്ങനെ വരുമെന്ന് കരുതിയില്ല. പക്ഷെ ഇത് കേരളം മുഴുവൻ ഇത് എന്റെ ചിത്രം വെച്ച് ഈ വാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഈ അന്വേഷിച്ചപ്പോൾ അത് ഈ പറഞ്ഞ സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ്, യുവ കോൺഗ്രസ് നേതാവാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യത്തിലല്ല, എന്തെങ്കിലും ഒരു വിഷയം കിട്ടണം. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇത്തരം. ഇനി ഞാൻ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. രാജു പി നായർ, നിസാർ കുംബ്ലെയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്നുണ്ടോ? അഥവാ നിസാർ കുംബ്ലെ പറഞ്ഞ ഈ റോഷിപാലിനെ കൈപ്പാങ്ങിന് തീർത്തേക്കണം എന്ന ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ അനുകൂല ഇടങ്ങളിൽ പ്രചരിക്കുന്ന അത്യന്തം ഹീനവും. ഒരു നിമിഷം എന്റെ ചോദ്യം അവസാനിക്കട്ടെ സാർ, ഒരു നിമിഷം ശ്രീ രാജു പി നായർ, എന്റെ ചോദ്യം അവസാനിക്കട്ടെ. ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ അനുകൂല ഇടങ്ങളിൽ പ്രചരിക്കുന്ന SDPയുടെ തീവ്ര സ്വഭാവമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ആ കാര്യം മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് മറ്റു ചർച്ചകളിലേക്ക് പോകാം. അരുണേ, റോഷിപാൽ പറഞ്ഞ വാക്കെന്താ? SDPയുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുക സാധ്യമല്ല. ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ വോട്ട് കൊണ്ട് മാത്രം സാധ്യമല്ല. മതേതര SDPI വോട്ട് വേണം. എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ UDFന് കഴിയുള്ളൂ. ഈ പാലക്കാട് നഗരസഭയ്ക്ക് ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. പാലക്കാട് നഗരസഭയ്ക്ക് 7 റൗണ്ട് UDF പിന്നിൽ പോകും, BJP ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞെടുത്ത് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മർമ്മത്തടിച്ച് 3ാമത്തെ റൗണ്ട് മുതൽ ലീഡ് ചെയ്തു തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് CPMന്റെ നറേറ്റീവ് അല്ലേ? അതായത് നിങ്ങൾ ഈ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണമെന്ന അത്യന്തം ഹിംസാത്മകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ രാജു പി നായർ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ ഒരു ഹിംസയും ന്യായീകരിക്കുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് എടുത്ത നിലപാട് ഞങ്ങൾ വക്താക്കൾ നിങ്ങളുടെ ഫ്ലോറിൽ വന്ന് അത് പറയാനാണല്ലോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് താങ്കളുടെ നിലപാട് ഇനിയും പറഞ്ഞിട്ടില്ല. എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണ്ടു. ഒന്ന്, SDPയുടെ വോട്ട് വേണ്ട, SDP എന്ന പേരെടുത്തു പറഞ്ഞ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പിന് മുൻപ് SDPയുടെ വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞതായി താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ? ചോദ്യം നമ്പർ 1. SDP എന്ന പേരെടുത്തു പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുക. അങ്ങനെ തന്നെ പറയാം. കാരണം SDP എന്ന സംഘടന നിങ്ങൾക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് ആ ചോദ്യം വരുന്നത്. അരുൺ, ഞാൻ പറഞ്ഞുതരാം. ഒരു നിമിഷം. എന്റെ ചോദ്യം ഒന്നേ ആയിട്ടുള്ളൂ. 2, ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കാണ് എനിക്ക് മറുപടി വേണ്ടത്. അല്ല, ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത്തരത്തിൽ ഹിംസാത്മകമായ ഒന്നിനെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകരും എടുത്തെറിഞ്ഞിട്ടില്ല. ഒരു മണ്ണ് പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകർ എടുത്തെറിഞ്ഞിട്ടില്ല. അരുൺ, ഒരു മിനിറ്റ്. അല്ല, അത് തന്നെ പറഞ്ഞത്.
അതുതന്നെയാ SDP-യുടെയും ജമാഅത്തിയുടെയും ഇസ്ലാമിയുടെയും ഉൾപ്പെടെ പിന്തുണ സ്വീകരിച്ചതെല്ലാം കാലാകാലങ്ങളിൽ CPM ആണ് അല്ലെ. മദനിയെ കൂടെ ഇരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ നേതാവിന്റെ പേരെന്താ? ഏത് മദനി? പി ജയരാജൻ പറഞ്ഞ മുസ്ലിം യുവാക്കളെ ഹിംസാത്മകമായ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന മദനിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് മദനിക്ക് വേണ്ടി വേദിയിൽ കാത്തിരുന്നുകൊണ്ട് അവിടെ നടത്തിയത് ആരാ? ഇല്ലേ, ആരാ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് PDP പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അരുൺ എനിക്കൊന്ന് കാണിച്ചതാ, ഞങ്ങൾക്ക് PDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അരുണൊന്ന് കാണിച്ചു തരൂ, ഉണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ പിന്തുണ വേണ്ട. ഞങ്ങൾ ഈ വർഗീയവാദം CPM കത്തിക്കാൻ ശ്രമിച്ച ഇടങ്ങളിലെല്ലാം ഇല്ലേ വഖഫ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളിൽ വിശ്വാസക്കുറവ് ഉണ്ടാക്കാൻ നോക്കിയല്ലോ. മുസ്ലിം മതവിഭാഗത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ച് പോസ്റ്റ് ചെയ്തല്ലോ. അവിടെയെല്ലാം RSSന്റെ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടാണ് ഈ ചരിത്രം. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അതെല്ലാം ഇനി CPM മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. എന്റെ ചോദ്യം ഞാൻ വിനീതമായി ആവർത്തിക്കുന്നു. ഞാൻ 7ാമത്തെ തവണ ആവർത്തിക്കുന്നു. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പേരെടുത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു ചാനലിൽ, ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ, ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും UDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവ്, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞിട്ടുണ്ടോ തിരഞ്ഞെടുപ്പിന് മുൻപ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഒരു വർഗീയത മാത്രം പേരെടുത്ത് പറയണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞതാ ഒരു വർഗീയവാദിയുടെ വോട്ടും വേണ്ട. ഒരു വർഗീയവാദി എന്ന് പറഞ്ഞാൽ RSS-ഉം SDP-യും ഉൾപ്പെടെ PDP ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടാം. അപ്പൊ ഞങ്ങൾ ഒരു പേരെടുത്ത് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് RSS-ന്റെ വോട്ട് വേണം അല്ലേ എന്ന്? SDP-യുടെ വേണ്ട, ജമാഅത്തിന്റെ വേണ്ട, RSS-ന്റെ വേണ്ട സ്വീകരിച്ചു എന്ന് എടുത്തല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. പേര് SDP-യുടെ പേര് എടുത്തൊരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നു. ഞാൻ തന്നെ പലതവണ ചോദിച്ചു, SDP-യുടെ വോട്ട് വേണ്ടോ വേണ്ടയോ? അത് തന്നെയാണ് പറഞ്ഞത്. അരുണെ വളരെ വ്യക്തമാണ്, കാര്യം വളരെ വ്യക്തമാണ്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് SDP-യും പെടും, RSS-ഉം പെടും, മറ്റുള്ള തീവ്ര നിലപാടുള്ള പാർട്ടികളും പെടും. പക്ഷേ അതിൽ SDP പെടുമോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ രാജു പി നായർ പറഞ്ഞ ഒരു മറുപടിയും തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കുകയാണ് രാജു പി നായരെ. രാജു പി നായരെ വെല്ലുവിളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജു പി നായർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പേരെടുത്തു പറഞ്ഞ് നിഷേധിച്ച ഒരു സന്ദർഭം രാജു പി നായർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അല്ല, ഞാൻ ചോദിക്കട്ടെ, അരുണിന് സംശയമുണ്ടോ SDP തീവ്രവാദ സംഘടന അല്ലാന്ന്? എനിക്ക് 100% സംശയം ഇല്ലാത്തൊരു കാര്യമാണത്. ആ സംഘടന നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഞെട്ടി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടി. ആ സംഘടന നിങ്ങൾ ആഘോഷം നടത്തുന്നതിന് മുമ്പ് പാലക്കാട് തെരുവിലിറങ്ങി ആഘോഷം നടത്തിയപ്പോൾ വീണ്ടും ഞെട്ടി. ആ സംഘടനയെ നിങ്ങൾ തിരുത്തിയില്ല. ആ സമയത്തും SDP നടത്തിയത് തള്ളി പറഞ്ഞില്ല. നോക്കൂ, ഈ നിമിഷവും എന്റെ ചോദ്യം ഒറ്റ ചോദ്യമാണ്. SDP-യുടെ പേരെടുത്തു പറഞ്ഞ് ആ വോട്ട് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നതാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് പ്രേക്ഷകർക്ക് അത് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. അല്ല, അതിനുള്ള മറുപടി ഞാൻ പറയാം. SDP ആഹ്ലാദ പ്രകടനം നടത്തിയെങ്കിൽ ഈ ഓസ്ട്രേലിയയും സിംബാബ്വേയും തമ്മിൽ ക്രിക്കറ്റ് കളി മത്സരം നടന്ന ഓസ്ട്രേലിയ ജയിച്ച എന്തിനാ ബംഗ്ലാദേശ് ആഘോഷിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് ബംഗ്ലാദേശിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി എന്ന് ഉറക്കത്തിൽ പോലും പറയാതിരിക്കാൻ ഗുളിക കഴിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, മറ്റേ ടൂറിന് പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയെ 400-ൽ നിന്ന് 240 എത്തിച്ചപ്പോൾ ഞങ്ങളും കൂടിയാണ് വിജയിപ്പിച്ചതെന്ന് പറയുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതേ നിലപാട് SDP എടുത്തെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അത്രയും മാത്രം കൂട്ടിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചോളം മതേതര ചേരിയുടെ വിജയമായിരുന്നു. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഞങ്ങൾ പാലക്കാടും വയനാടും അതുപോലെ തന്നെ മുൻപ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉൾപ്പെടെ BJP-യെ കെട്ടിവെച്ച കാശ് കൊടുക്കാത്ത നിലയിൽ, പാലക്കാട് എക്സെപ്ഷനാണ്, കെട്ടിവെച്ച കാശ് കൊടുക്കാത്ത നിലയിൽ BJP-യുടെ വോട്ട് ഞങ്ങൾ കുറച്ചെങ്കിൽ എങ്ങനെയാണ് CPM-ന്റെ ശക്തി കേന്ദ്രമായ ചേലക്കരയിൽ BJP-ക്ക് 7% വോട്ട് കൂടി? രാഷ്ട്രീയമായ ചോദ്യമാണ്. അതേതര നിലപാടാണ് നിങ്ങളുടെ.
ചോദിക്കേണ്ടത് അവിടെയാണ്. Yes, yes, ഉണ്ട്. പക്ഷേ സംവാദം ഈ വിഷയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിനും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യായീകരിക്കാൻ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളിക്കളയാൻ അങ്ങ് 15-16 മിനിറ്റ് സമയമെടുത്തതുകൊണ്ടാണ് ചർച്ച ഇത്രയും നീണ്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ച നേരത്തെ പോകുമായിരുന്നില്ല. താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളിക്കളഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയണം. പക്ഷേ SDP ആഹ്ലാദ പ്രകടനം നടത്തിയതും SDP പടക്കം പൊട്ടിക്കാൻ വന്നതും അത് UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് തൊട്ടു മുമ്പായിരുന്നു എന്നതും റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. SDPയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കേണ്ടതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ്. 240 ആക്കിയപ്പോൾ ഇവിടുത്തെ CPM ആഘോഷിച്ചില്ലേ? എന്ത് റോളുണ്ട് ആഘോഷിച്ചത്? തിരിച്ചു വരാം. ശരി, ഞാൻ ഇനി അരുൺകുമാറിലേക്ക് കൂടി വരാം. അതിഥികൾ അല്പം ക്ഷമിക്കണം. ഈ ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ സീനിയർ കറസ്പോണ്ടന്റ്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷിപാലിനെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ആ സാഹചര്യത്തിലാണ് രാജുവുമായിട്ടൊരു ആശയ സംവാദം നടത്തിയത്. രാജു, ഇത് വ്യക്തിപരമായിട്ടോ നിങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടോ ഉള്ള തർക്കമല്ല. ഇത് ഈ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടിനോടും ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട വളരെ ഹിംസാത്മകമായ ഒരു പോസ്റ്റിനോടുമുള്ള ഞങ്ങളുടെ പ്രതികരണമായിരുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുമായി ഞങ്ങളുടെ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവദിക്കേണ്ടി വന്നതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാജു പിന്നാർ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? BJPയുടെ വോട്ട് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വെപ്രാളം? അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. പാലക്കാട് 11,000 വോട്ടാണ് BJPക്ക് കുറച്ചത് കോൺഗ്രസ്. അതിന് CPM വേവലാതിപ്പെടുന്നത് എന്തിന്? എന്നതിലേക്ക് വരാം. ഇപ്പോൾ ഇന്നൊരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ചിട്ടാണല്ലോ, ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ചർച്ച നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ദിവസം, അതായത് 20-ാം തീയതി, കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. 6 മണിയാകട്ടെ, കൈ തരിക്കുന്നു. സൗമ്യ സരിനെതിരെ സൈബർ ആഹ്വാനമായിട്ട് കോൺഗ്രസിൻ്റെ സൈബർ ടീം നടത്തിയതാണ്. സരിനേക്കാൾ വലിയ ദുരന്തമാണ് ഭാര്യയെന്ന് നിയാസ് മലബാറി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ പോസ്റ്റാണ്. ഞാൻ 6 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, കൈ തരിച്ചിട്ട് പാടില്ല, ഓള് ക്രിസ്ത്യൻ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത ചില വാചകങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോസ്റ്റ് ചെയ്തു. അതിൽ പലരും തമ്പും ബ്രഷ് ഇട്ടു. കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ തമ്പും ബ്രഷ് ഇട്ടു. ഇവിടെ അതൊരു ചർച്ചയായി മാറിയില്ല. അതുപോലെ തന്നെ കോഴിക്കോട് സംഭവിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ മാത്രമാണെന്ന് താങ്കൾ പറയരുത് ശ്രീ KS അരുൺകുമാർ. അത് CPMനെതിരായിട്ട് വരുമ്പോൾ CPMന്റെ സൈബർ ആക്രമണവും നേതാക്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതിൽ മോശമൊന്നുമല്ല അരുൺകുമാർ. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇടപെടല്ലേ. ചേവായൂര് KPCCയുടെ പ്രസിഡന്റ് തന്നെ വെല്ലുവിളിച്ചു. കോൺഗ്രസിന്റെ സഹകരണ സംഘം വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ തീർത്തു കളയും, കൊന്നു കളയുമെന്നാണ് പറഞ്ഞത്. എത്ര പ്രാധാന്യം കൊടുത്തു ഇവിടെ. അതുപോലെ തന്നെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനെങ്ങ് വരട്ടെ, എന്നിട്ട് തിരിച്ചടിക്കാം എന്ന് KPCC പ്രസിഡന്റ് തന്നെ പറയുന്ന വാചകങ്ങൾ പുറത്തു വന്നു. അടുത്ത കാലത്തായി കോൺഗ്രസ് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമങ്ങളും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോവുമ്പോൾ, നിങ്ങൾക്കെതിരെ ഒരു വാചകം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോവും, ചർച്ചയാകും. ബാക്കിയെല്ലാം നിങ്ങൾ സാമാന്യവൽക്കരിക്കും, പൊതുവൽക്കരിക്കും. അങ്ങനെ പൊതുവൽക്കരിക്കേണ്ടതില്ല. അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണം എന്നതാണ് ഞാൻ പറയുന്നത്. ഒരു വാചകം പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. ഇങ്ങനെ പൊതുമണ്ഡലത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞ ചോദ്യം, ഞങ്ങൾ BJPയുടെ വോട്ട് കുറയുന്നതിൽ ഒരാശങ്കയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. കോൺഗ്രസ് BJP എവിടെയെല്ലാം ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പൊ നേമത്ത് BJP ജയിച്ചു. 60,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 14,233 വോട്ടായിട്ട് കുറഞ്ഞപ്പോഴാണ് അവിടെ BJP ജയിച്ചത്. തൃശ്ശൂർ BJP ജയിച്ചു. എങ്ങനെ? 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോൾ 74,000 വോട്ടിന് BJP ജയിച്ചു. അങ്ങനെ കോൺഗ്രസ് എവിടെയെല്ലാം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ BJP ജയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചില മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷം ഉള്ള പാർട്ടി ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ജമാഅത്തെ ഇസ്ലാമി ആയാലും RSS ആയാലും ഈ നാട്ടിൽ ഒരു തരത്തിലും വേരു പിടിക്കരുത്, മതത്തിന്റെ പേരിൽ രാജ്യനിർമ്മാണം പാടില്ല എന്ന് അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്ന, ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന പാർട്ടി ഞങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഒരിടത്തും വർഗീയതയുടെ വോട്ടില്ല. ചേലക്കരയിലാണ് ആദ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത്. പാലക്കാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. ചേലക്കരയിൽ എന്തിയെ SDPI ഒരു അഭിനന്ദന പ്രകടനം നടത്താത്തത്, ഒരു അഭിവാദ്യ പ്രകടനം നടത്താത്തത്? കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട, അത് RSSന്റെയും വേണ്ട, ജമാഅത്ത് ഇസ്ലാമിയുടെയും വേണ്ട. ഇപ്പോഴും വീണ്ടും വീണ്ടും താങ്കൾ ചോദിച്ചല്ലോ, ഒരു മറുപടി കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന് വന്നോ? നിങ്ങളുടെ മാധ്യമ ടീം ഒരു ബസ്സിൽ വെച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന അന്തസ്സോടെ പറയാൻ തയ്യാറുണ്ടോ എന്ന്.
അന്നേരം ചിപ്സ് എടുത്ത് വായിലിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ട്രോളുകളെല്ലാം നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ പോലും ഇവർ പറഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ SDPIക്ക്, പോപ്പുലർ ഫ്രണ്ടിന്, NDFന്, ജമാഅത്തെ ഇസ്ലാമിക്ക് വളരണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം, കോൺഗ്രസ് രാഷ്ട്രീയം അധികാരത്തിൽ വരണം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ SDPയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ചർച്ച പൂർത്തീകരിച്ചു. 2 ദിവസം മുമ്പ് SDPയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, ഞങ്ങൾ വേണ്ടത്ര ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്താത്തത്, UDFന് പിന്തുണ കൊടുത്തത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ചർച്ചയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായി പറയേണ്ടവർ പറയാതെ മാറി നിന്നാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് SDPയുടെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് എത്ര ഒളിച്ച് കളിച്ചാലും, എത്ര മറുപടിയിൽ നിന്ന് തെന്നി മാറിയാലും കോൺഗ്രസും SDPയും തമ്മിലുള്ള പരസ്പര സഖ്യം, തെരഞ്ഞെടുപ്പ് സഖ്യം മറ നീക്കി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ്, വെറുതെ ഒരു റാലിയല്ല. കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പേ തന്നെ SDPയുടെ ആഹ്ലാദ പ്രകടനം, ആ ആഹ്ലാദ പ്രകടനം വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു, മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. ആ ശൈലിയൊക്കെ കയ്യിൽ ഇരുന്നാൽ മതി. ഞങ്ങൾ ഇത്രയധികം ആരോപണം വരുമ്പോഴും ചേലക്കരയിൽ വൻപിച്ച വോട്ട് നേടി. ജമാഅത്തെ നിങ്ങളുടെ സഖ്യകക്ഷി അഥവാ നിങ്ങളുടെ ഒപ്പമായിരുന്നില്ലേ? ജമാഅത്തയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളാണ്. ഇല്ല, ഒരിക്കലുമില്ല. അല്ലാതെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. 1996 ദേശാഭിമാനിയുടെ ഒരു എഡിറ്റോറിയലും വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. ആ എഡിറ്റോറിയൽ കൃത്യമായി വായിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്വഭാവത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ തന്നെയാണത്. ഇവിടെ ഏതെങ്കിലും കൃത്യമായി വസ്തുത വച്ചുള്ള ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറാൻ നിരവധി ആരോപണങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുക. ഇവിടെ ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഐ ആം ആൻ ഇലക്ഷൻ എക്സ്പെർട്ട്, ഐ ആം ഒരു ഇലക്ഷൻ പാസ്നിസ്റ്റ് ആണ്, അതുപോലെ സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട് ആണ് എന്തെല്ലാം സ്വയം പറഞ്ഞ് ഈ ചേലക്കരയിൽ തോൽവിയുണ്ടെങ്കിൽ അതിന് ഞാനാണ് ഉത്തരവാദി. എൻ്റെ ആ മറ്റേ ഇവിടുത്തെ തൃക്കാക്കരയിലെയും അതുപോലെ പുതുപ്പള്ളിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് നേട്ടം എന്ന് പറഞ്ഞല്ലോ. എന്തിയെ നേട്ടമില്ലാതെ പോയത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഞ്ഞടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായില്ലേ, 5000 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള വ്യത്യാസം. അത് 12000 വോട്ടോടെ ഞങ്ങൾ വിജയിച്ചു. ഈ പാലക്കാട് എടുത്ത് പാലക്കാട് 2021 രണ്ടാം സ്ഥാനവും 7000-ത്തിലധികം വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു ചേലക്കരയിൽ. അത് നിങ്ങൾ കാണാതെ പോകരുത് അരുൺ. ഡോക്ടർ അരുൺകുമാർ, ഈ ചേലക്കര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 28 വർഷമായി ഞങ്ങൾ വിജയിക്കുന്നു. 28 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് ഞങ്ങൾക്ക് ഈ 83,000 വോട്ട് കിട്ടിയേ. ബാക്കി 2016-ലും ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു 60,000 62,000 ഞങ്ങളുടെ താരിഫ്. ആ താരിഫ് വോട്ട് ഞങ്ങൾ കൃത്യമായി പിടിച്ചിട്ടുണ്ട്. ശ്രീ കെ രാധാകൃഷ്ണനെ താങ്കൾക്കറിയാമല്ലോ, വളരെ ചെറുപ്പത്തിലെ MLA, മന്ത്രി, സ്പീക്കറായി ആ മണ്ഡലത്തിലെ ഓരോ വ്യക്തിയെയും പേരെടുത്ത് വിളിക്കാൻ, ഓരോ വീട്ടിലെ കുടുംബാംഗങ്ങളെയും പേരെടുത്ത് വിളിക്കാൻ ശേഷിയുള്ള നേതാവിന് 2021 വലിയ അംഗീകാരം കിട്ടി, വോട്ട് കിട്ടി. നിങ്ങളുടെ ഇടത് കോട്ടയിലാണ് BJPയുടെ വളർച്ച. പാലക്കാട് താഴോട്ടാ 11,000 വോട്ട് കുറഞ്ഞു. അവിടെ UDF വിജയിക്കുമ്പോൾ ചേലക്കരയിൽ നിങ്ങൾ വിജയിക്കുന്നതിനോടൊപ്പം BJPയും ജയിക്കുന്നു, 9,000 വോട്ട്. അല്ല, അത് ഞങ്ങൾ ഗൗരവത്തോടെ കാണുമല്ലോ. കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ. BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ച സാഹചര്യത്തിലും വളരെ ജാഗ്രതയോടെ അതിന്റെ കാരണം കണ്ടെത്തി, ഞങ്ങളുടെ ഭാഗത്തുള്ള കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് കണ്ടെത്തി അത് കൃത്യമായി പാർട്ടി സഖാക്കളുടെ ഇടയിലും ജനങ്ങൾക്കിടയിലും ക്യാമ്പയിൻ നടത്തി അവ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് 2024 ഏപ്രിൽ മെയ് മാസത്തിൽ 5000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ അത് ഇങ്ങനെ ഇപ്പോൾ 12,000 വോട്ടായി മാറി? 7,000 വോട്ടിന്റെ വർധനവ് ഇങ്ങനെ വന്നു. ഇത്ര വലിയ ആക്രമണം ഉണ്ടായിട്ടും പാലക്കാട് ഞങ്ങൾക്ക് എങ്ങനെ വോട്ട് കൂടി? അത് 2016 കിട്ടിയതിനേക്കാളും 2021 കിട്ടിയതിനാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കിട്ടിയതിനേക്കാളും ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചില്ലേ? 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2021 15,000 ആയിരുന്നു. പ്രതിപക്ഷ കക്ഷിക്ക് കിട്ടിയത് നിങ്ങളുടെ 10 മടങ്ങ് ഇരട്ടിയാണല്ലേ? ന്യായമായ ചോദ്യമാണ്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. എനിക്ക് BJP പ്രതിനിധി TP സിന്ധുമോളിലേക്ക് അല്ല, ഞങ്ങൾക്ക് വേണ്ടി ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരു SDPയും വന്നില്ലല്ലോ. അപ്പൊ വോട്ട് എവിടെന്നാ കിട്ടിയെന്ന് വ്യക്തമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്ര ആക്രമണം എന്തിനാ? ഉള്ളിൽ ഞങ്ങൾ പറഞ്ഞു ഒരു വർഗീയ കക്ഷികളെ വോട്ട് വേണ്ട. അല്ല,
ഇല്ല, അത് ആക്രമണത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഒരു വർഗീയവാദികളും പ്രകടനം പിടിക്കാനും ആഹ്ലാദം പിടിക്കാനും വരില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരും പോകും. ഞങ്ങൾക്ക് ഈ മതനിരപേക്ഷ കേരളം, ഈ രാജ്യം നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയിക്കാൻ വേണ്ടി ഏത് അവിശുദ്ധ ശക്തിയും ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ്. എന്നിട്ട് പറയും ഇലക്ഷൻ എക്സ്പെർട്ട്, സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട് ആയിക്കോട്ടെ. ഇപ്പോഴും നിങ്ങളുടെ സ്ഥിതി 41 തന്നെയാണ്. ആ 2021 തന്ന ജനാംഗീകാരമുണ്ടല്ലോ 41, അതിൽ കൂടിയിട്ടില്ല. ജമാഅത്തെയുടെയും SDP-യുടെയും വോട്ടിന് മൊത്തം കിട്ടിയത് UDF-നാണെന്ന് കരുതുക. അവിടെ അവരുടെ ഒരു വോട്ടും പോൾ ചെയ്തില്ല എന്ന് കരുതുക. എങ്കിൽ വന്നാലും പരമാവധി അവിടെ കിട്ടാൻ സാധ്യതയുള്ളത് 10,000 വോട്ടിൻ്റെ വർധനയല്ലേ? ആ 10,000 വോട്ട് വെച്ച് 18,000 വോട്ടിലേക്ക് എങ്ങനെയാണ് BJP ലീഡ് ഉയർത്തുക? RSSൻ്റെ കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് SDP വോട്ട് വർദ്ധിപ്പിക്കുക? RSSൻ്റെ ബൂത്തിലും മുനിസിപ്പാലിറ്റിയിലും 4,000-ലധികം വോട്ടിൻ്റെ ലീഡുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോൾ മഴവിൽ സഖ്യമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ BJP-യുടെ മുനിസിപ്പാലിറ്റിയിലെ കോട്ടകൾ പിടിച്ച കോൺഗ്രസിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ അസൂയാണ്. അല്ല, ഒറ്റ മിനിറ്റ്. ഈ പാലക്കാട് മണ്ഡലം ഇത്തരത്തിലായതിനു ശേഷം ഒരു തവണ പോലും ഇടതുപക്ഷം ജയിച്ചിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോഴുള്ള മണ്ഡല പുനർനിർണയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോഴാണ്. ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പട്ടണത്തിൽ ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ കയറി ചെല്ലാൻ പറ്റി. ഇപ്പോൾ ആ വോട്ടന്തരം കുറച്ച് ഞങ്ങളും BJP-യും തമ്മിലുള്ള 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വോട്ടന്തരം വെറും 1,900 വോട്ടിലേക്ക് കുറഞ്ഞു. 2,000 വോട്ടിൽ താഴെയുള്ളൂ. ഞങ്ങൾ ഇതിലും കൂടുതൽ നേട്ടം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 1.5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യധാരയിലേക്ക് എത്താൻ പാകത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടിത്തറ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വോട്ട് ഞങ്ങളുടെ കുറഞ്ഞിട്ടാണെങ്കിൽ 2021 ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഒരു വോട്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഭരണവിരുദ്ധ വികാരം അലയടിച്ചു, ആഞ്ഞടിച്ചു. ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിക്കാൻ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ 1.5 വർഷം ബഹുദൂരം ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രകടന പത്രിക നടപ്പാക്കും. 3ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. TP സിന്ധുമോൾ, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന വലിയ പാഠം എന്താണ്? മേൽക്കൂരയാണ് പ്രശ്നമെന്ന് നിങ്ങളുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശിവരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് BJP സംസ്ഥാന നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാണോ? അങ്ങനെയാണെങ്കിൽ പാലക്കാടിൻ്റെ പരാജയത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? TP സിന്ധുമോൾ, എന്തു പാഠമാണ് നിങ്ങൾ പഠിക്കുക? അരുൺ, എനിക്ക് അല്പം സമയം തരണം. കാരണം ഈ പറഞ്ഞ വിഷയങ്ങളിലൂടെയൊക്കെ രാജു P. നായർ ഉരുണ്ട് കളിച്ചത് ഉൾപ്പെടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം സമയം തരണം. പാലക്കാടിനെ സംബന്ധിച്ച് BJP-യുടെ കേഡർ വോട്ടെന്ന് പറയുന്നത് ഏതാണ്ട് 39,000-നും 40,000-നും ഇടയ്ക്കാണ്. അതിൽ സംശയമൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ കേഡർ വോട്ട്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്. മെട്രോമാൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് പോയതിൽ ഒരു 10,000 വോട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടാണ്. ഞങ്ങളിത് ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം മത്സരിച്ചതിന് ശേഷം വന്ന റിസൾട്ട് അതിനെ അവലോകനം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവ് അത് LDF-ന്നും UDF-ന്നും ഒക്കെ മെട്രോമാൻ വോട്ട് വന്നിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ വോട്ടല്ല, ആ വ്യക്തിയെ കണ്ടുകൊണ്ട് ജനങ്ങൾ ചെയ്ത വോട്ടാണ്. ആ ഒരു സ്വീകാര്യത അവിടെ മറ്റാര് മത്സരിച്ചാലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ 100 ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം, അത്രയും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേഡർ വോട്ടെന്ന് പറയുന്നത് മാക്സിമം ഒരു 40,000 വോട്ടാണ്. 2016-ൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അതിനുശേഷം മെട്രോമാൻ മത്സരിച്ചപ്പോഴും അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ CK മത്സരിച്ചപ്പോഴും ഒക്കെ നിങ്ങൾ ആ വോട്ടെന്ന് ആനുപാതികമായിട്ട് കണക്കാക്കൂ. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ LDF-ഉം UDF-ഉം ചേർന്ന് നടത്തിയ കിംവദന്തികൾ പ്രചരണം, മുനിസിപ്പാലിറ്റി നഗരസഭയ്ക്കെതിരെ നടത്തിയ ഒരുപാട് കിംവദന്തികളുണ്ട്. ഏതാണ്ട് 4,000-ഓളം വ്യാപാരികളെ കൊണ്ടാണ് ഇവർ സമരം ചെയ്യിച്ചത്. 300 രൂപ ക്ലീനിങ് ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു എന്ന് നുണ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അവിടെ പ്രചരണം നടത്തുകയും സമരം നടത്തിക്കുകയും ചെയ്തു. ആ 4,000 × 3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12,000 വോട്ടോളം ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നും ഷാഫിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായി. പക്ഷെ അത്രയും ഒന്നും അതിലേക്ക് മറിഞ്ഞിട്ടില്ല. ഈ UDF-ന് കിട്ടിയ വോട്ടെന്ന് പറയുമ്പോൾ അരുൺ അവിടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിരായിരി പഞ്ചായത്ത് ഉൾപ്പെടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7,000-ഓളം 8,000-ഓളം മുസ്ലിം വോട്ടുകൾ ഒന്നിച്ചൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. മറ്റു പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഞാൻ ശ്രദ്ധിച്ച 78-ാം ബൂത്ത് ഉൾപ്പെടെയുള്ള ബൂത്തുകളിലുള്ള വളരെ തുച്ഛമായ മുസ്ലിം വോട്ടാണെങ്കിലും അത് കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ഇവർ ഗ്രീൻ ആർമിയെ കൊണ്ട് ശ്രമിച്ചു. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല. SDPI, PFI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഏറ്റവും നന്നായിട്ട് അവിടെ ആ കൂട്ടുകെട്ടിനെ സ്വാധീനിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തിട്ട് ഇപ്പൊ രാജു P. നായർ ഉരുണ്ട് കളിക്കുക.
അവിടെ ഗ്രീൻ ആർമി വീടുകളിൽ നോട്ടീസ് കൊടുക്കാൻ ഇറങ്ങിയില്ല രാജു പി നായരെ? ഇല്ലെന്ന് പറയാൻ പറ്റും. 20 ദിവസം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാ ഞാൻ. ഗ്രീൻ ആർമി നോട്ടീസ് കൊടുക്കാൻ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങൾ SDPIക്കും PFIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അവിടെ സിന്ദാബാദ് വിളിക്കുകയല്ലേ ചെയ്തത്? എന്നിട്ടോ സാധാരണക്കാരായ മുസ്ലിം ഭവനങ്ങളിലേക്ക് ഇവരെ എത്തിച്ച് അവിടെ നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയ വോട്ടുകൾ നിങ്ങളുടെ കീശയിലേക്കാക്കിയല്ലേ ചെയ്തത്? എന്നിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നു. കോൺഗ്രസിന്റെ വക്താവ് എന്ന് പറഞ്ഞ് നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് എങ്ങനെയും വിജയിക്കണമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഒഴുക്കി ഇല്ലേ? ഞാൻ ബാഗിന്റെ കേസിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് രാഹുൽ അവിടുന്ന് ഓടിയതെന്നൊക്കെ. ഇനി അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ ഒഴുക്കി ഇല്ലേ? മദ്യം കൊടുത്തു ഇല്ലേ? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചത്? ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകളെ കുഴൽപ്പണത്തിന്റെ പേരിൽ ഒരു FIR-ഉം നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പാലക്കാടില്ല BJP TP സിന്ധുപോൾ. പക്ഷേ TP സിന്ധുപോൾ എനിക്കറിയേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ കോട്ടയിൽ 7000 വോട്ട് കുറഞ്ഞതെങ്ങനെ? അരുൺ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ള കേഡർ വോട്ടിൽ ഏതാണ്ട് ഒരു 500-600 വോട്ടിന്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. 7000 വോട്ട് കുറഞ്ഞു എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴും അത് മെട്രോമാനി കിട്ടിയ വോട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അവിടെ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് ആ നാട്ടുകാരനാണ്. അദ്ദേഹമാണ് BJPയെ ആദ്യമായി നഗരസഭയിൽ അധികാരത്തിലെത്തിക്കുന്നത്. നിങ്ങൾക്കറിയുമോ? അദ്ദേഹം 20 വർഷത്തോളം അവിടെ ആ നഗരസഭയിൽ പ്രവർത്തിക്കുകയും ഒപ്പം BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരുന്ന ആളുമാണ്. ഇന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ്. ബാക്കി നരേറ്റീവുകൾ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നില്ല. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പലരും പലതും പറയും. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിലാണ്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന ശീലം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി, അല്ലാതെ K സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നോമിനേറ്റ് ചെയ്ത ആളല്ല C കൃഷ്ണകുമാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദേശീയ നേതൃത്വം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പാർലമെന്ററി കോർ കമ്മിറ്റി ഇരുന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും മത്സരിച്ചത്. അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമായിട്ട് കൊടുക്കാനും നിർവാഹമില്ല. അതാണ് ഞങ്ങളുടെ നിയമം. ബാക്കി അരുൺ കേൾക്കൂ, ബാക്കി ഒന്നും കൂടി പറയട്ടെ. നിങ്ങൾ ഈ റോഷി പാലിന്റെ കാര്യത്തിൽ കൂടി പോയല്ലോ. ഈ കൊട്ടിക്കലാശം നടക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നു, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലുള്ളതാണ്. എന്താണ് രാഹുൽ മാങ്കുട്ടവും ഷാഫിയും നിങ്ങളുടെ റോഷി പാലിനെ മാറ്റി നിർത്തി പറയുന്നത്? നല്ലതൊന്നുമല്ലല്ലോ. അവിടെ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ലതൊന്നുമല്ല ചെവിയിൽ പോയി പറഞ്ഞിട്ടുള്ളത്. വിടുന്ന ഒരു സംഘടനയായി ഇന്ന് PFI ഊഞ്ഞാലാടുന്ന സംഘടനയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇല്ല, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ രാജു പി നായർ നിരാകരിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് ഔദ്യോഗികമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിലും ചേർന്ന് കോൺഗ്രസിനെ അതോടുകൂടി ആ ചർച്ച അവസാനിപ്പിക്കാം. VD സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് കോൺഗ്രസിനെ ഇന്ന് ഭീകരവാദ സംഘടനകളുടെ കൈകളിൽ എത്തിച്ചിരിക്കുക. ഇതിന്റെ പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? രാജു പി നായർ, അടുത്ത ദിവസം തൊട്ട് കാണാം. നമ്മൾ സമയം അല്പം എക്സീഡ് ചെയ്തുവെങ്കിൽ പോലും രാജു പി നായർ നേരത്തെ അരുൺ പറഞ്ഞതിനും TP സിന്ധുപോൾ ചൂണ്ടിക്കാണിച്ചതിനുമുള്ള മറുപടി. അല്ല, TP സിന്ധുപോളിൻ്റെ ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം അത് ആ കരച്ചിൽ കേൾക്കാനൊരു സുഖമുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെ ഈ അവസ്ഥയിൽ എത്തിക്കായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ PFI ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നരേന്ദ്രമോദി ഇറങ്ങിപ്പോകാൻ പറ. നിരോധിച്ച സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് കാശിന് കൊള്ളാവോ? നിരോധിച്ച സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുക, പിന്നെ എന്തിനു കൊള്ളാകരെ കൊണ്ട് പണി നിർത്തി പോകാൻ പറ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അരുൺകുമാർ അല്ല, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. TP സിന്ധുപോൾ വസ്തുതാപരമായി നിലവിൽ നിയമപരമായ ബാനുള്ളത് PFIക്കാണ്, പോപ്പുലർ ഫ്രണ്ടിനാണ്. അല്ല, ആ വസ്തുത അതുകൊണ്ട് കൗണ്ടർ ചെയ്യേണ്ട സമയത്ത് കൗണ്ടർ ചെയ്ത് തന്നെ പോകാനേ പറ്റൂ. പക്ഷേ TP സിന്ധുപോൾ SDP-ക്ക് നിയമപരമായി നിരോധനം കേരളത്തിലില്ലല്ലോ. ന്യായീകരിക്കാൻ അതുകൊണ്ട് കൗണ്ടർ ചെയ്ത് തന്നെ പോകൂ. SDP-ക്ക് നിയമപരമായി നിരോധനം ഇല്ലല്ലോ. കൗണ്ടർ ചെയ്ത് തന്നെ ഞാൻ പറയട്ടെ. പിന്നെ അരുൺകുമാറിന്റെ അല്ല അരുണേ CPM-ന്റെ പദ്ധതി അരുൺകുമാറിന്റെ നിലപാട് നല്ല പലപാട് എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ വർഗീയ സംഘടന പിന്തുണ മേടിക്കില്ല എന്നാ. എൻ്റെ പൊന്നരുൺകുമാറെ, നിങ്ങളുടെ പിണറായി വിജയനാണ് അബ്ദുൽ നാസർ മദനിയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഇല്ലേ?
തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് ആളെ പ്രചരണം നടത്തിയല്ല, ഒരുമിച്ചിരുന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വർഷം ജയിലിൽ കിടന്നു വന്ന ഒരു വ്യക്തിക്കുള്ള സ്വീകരണ യോഗത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. മനോരമയുടെ നേരെ ചൊവ്വയിൽ ജോണി ലൂക്കോസിനാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഞങ്ങൾ ചില ഘട്ടങ്ങളിൽ RSSന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. മനോരമയുടെ ക്ലിപ്പിംഗ് ഞാൻ അയച്ചു തരാം, അരുണൊന്ന് സംപ്രേഷണം ചെയ്യും. ഇല്ലേ, അതുപോലെ RSS ശാഖയ്ക്ക് കാവൽ നിന്ന് എന്നിട്ട് പറയാ പ്രസ്താവന നടത്തിയ ആളെ സ്വീകരിച്ചിട്ട് എന്ത് എക്സ്പ്ലനേഷൻ? അരുണ തിണ്ണയിൽ നിരങ്ങുകയല്ലേ, മേടിച്ച് ചോദ്യം വരുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടി ഒരാളും അഭിവാദ്യ പ്രകടനം നടത്തിയില്ല, ഒരാളും ആഹ്ലാദ പ്രകടനം നടത്തിയില്ല, ഒരാൾക്കും വേണ്ടി ഞങ്ങൾ കൊലവിളി നടത്തേണ്ടി വന്നിട്ടില്ല. കൈപ്പാങ്ങനെ കിട്ടിയാൽ തീർക്കണമെന്ന് ഞങ്ങൾ ആർക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങളാ പറഞ്ഞെങ്കിൽ ഇതായിരിക്കില്ല വിഷയം, ഇവിടെ ഇതായിരിക്കില്ല ചർച്ച. പറയട്ടെ അല്ലല്ല, ആരാണ് വിളക്ക് കത്തിച്ചത്? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ഇത് വ്യക്തമാവില്ല. ഓരോരുത്തരായി അഭിപ്രായം പറയട്ടെ. ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ, നിങ്ങളോട് സമാധാനപ്പെട്. ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ സമാധാനപ്പെട്. പിന്നെ അരുൺ പറയാണ് ഞങ്ങളുടെ ഒരു നിയോജക മണ്ഡലത്തിലും ചേലക്കരയിൽ 13% വോട്ട് കുറഞ്ഞില്ലേ? 13% വോട്ട് കുറഞ്ഞില്ലേ? 7% പോയത് BJPക്കല്ലേ? എന്നിട്ട് തരാതരം പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അരുണ ഞാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ 1,06,000 വോട്ട്, ആലപ്പുഴയിൽ 1,06,000 ശോഭാ സുരേന്ദ്രന് കിട്ടിയത് സംഭവിക്കണം. ലോകസഭയിൽ കിട്ടിയ ഈ രാജു പി നായർ ഒന്ന് വഴങ്ങണം, രാജു ഒന്ന് പൂർത്തിയാക്കട്ടെ. TP ഒന്ന് വഴങ്ങണം, രാജു ഒന്ന് പൂർത്തിയാക്കട്ടെ. TP ഒന്ന് വഴങ്ങണം, രാജു ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ അതേ സമയം 5 മിനിറ്റ് കൂടി നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകാം. TP ഒന്ന് വഴങ്ങണം പ്ലീസ്. TP ഒന്ന് വഴങ്ങണം, രാജു പൂർത്തിയാക്കും. അരുണ, ചേലക്കരയിൽ 2024 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ 3 ഇരട്ടിയാണ് ഈ പ്രദീപിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ അരുൺ സമ്മതിക്കണം. 123 നിയോജക മണ്ഡലങ്ങൾ നിങ്ങൾ പരാജയപ്പെട്ടിരുന്നു. അതിൽ 11 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി. അംഗീകരിക്കോ? എത്ര അസംബ്ലിയിൽ മുന്നിൽ അസംബ്ലിയിൽ പോയി? ഹോസ്റ്റ് അരുൺകുമാർ പറ, എത്ര നിയോജക മണ്ഡലങ്ങളിൽ CPM താഴെ പോയി? എത്ര നിയോജക മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നു? അത് ബിന്ദുവിന്റെ മണ്ഡലം ഉൾപ്പെടെയില്ലേ? മന്ത്രിമാരുടെ മണ്ഡലം ഉൾപ്പെടെയില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പിനെ 2024 തുലനം ചെയ്തെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിൽ ബഹുഭൂരിപക്ഷം 123 മണ്ഡലങ്ങളിൽ പിന്നിൽ പോയ പാർട്ടിയാണ് CPM. 11 നിങ്ങളുടെ മന്ത്രിമാർ ഉൾപ്പെടെ 11 സ്ഥാനത്ത് എത്തിച്ച പാർട്ടിയാണ് CPM. രണ്ടും കൂടി എടുക്കണ്ട, ഏതെങ്കിലും ഒന്നെടുക്ക്, പലപാടെടുക്കല്ലേ, നിലപാടെടുക്ക്. ഞാൻ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ മറുപടി ഉള്ളൂ, ഒറ്റ മറുപടി. ഈ 2024 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് കിട്ടിയ വോട്ട് 55,195 4 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതേ കോൺഗ്രസിന്റെ അതേ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 52,137 അതായത് 3,058 വോട്ടാണ് നിങ്ങൾക്ക് കൊടുത്തത്. അല്ല, ഇപ്പൊ ആരാ ഒച്ചെടുക്കണേ? വസ്തുതാപരമായ കണക്ക് പറയുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുതയാണ്, നിങ്ങൾ പറയാൻ അനുവദിക്കില്ല. ഒന്ന് കേൾക്കൂ. നമ്മുടെ സമയം അരുൺ എന്ത് കണക്കാ പറയാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മിക്ക മണ്ഡലങ്ങളിലും പിന്നിലായിരുന്നു. പല മണ്ഡലങ്ങളിലും BJP 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും എത്തി എന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ഇനി എന്തിനാ തർക്കം അരുൺ? അല്ല, ഞാൻ അതല്ല തർക്കിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ 123 ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ.
121 മണ്ഡലങ്ങളിൽ 2019 ഞങ്ങൾ പുറകിൽ പോയതാണ്. അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്തെന്ന് ചോദിച്ചു. പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 99 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഞങ്ങള്. വോട്ട് കുറയും കൂടുകയും ചെയ്യുമ്പോൾ അത് പരിശോധിച്ച് പരിഹരിക്കാനുള്ള കൃത്യമായിട്ടുള്ള മെഷീനറി സംഘടനാ സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. അതാണ് ഞാൻ പറയട്ടെ. എന്താണ് മിസ്റ്റർ അല്ല ഈ ചർച്ചയിൽ അനുവദിക്കുന്നില്ല. അല്ല ഒറ്റ മിനിറ്റ്. അല്ല, രാജു പി നായർ എല്ലാ ചർച്ചയിലും വരുന്ന രാജു പി നായരല്ല. ഇന്ന് തുടക്കം മുതൽ എന്തോ പ്രശ്നമാണ്, എന്തോ ഗുളിക കയറിയിട്ടുണ്ട്, പരിശോധിക്കണം. അതായത് 4 മാസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതേ സ്ഥാനാർത്ഥിക്ക് 3500 വോട്ട് കുറയുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് 4000 വോട്ട് കൂടി അതേ മണ്ഡലത്തിൽ. നിങ്ങൾ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും. AICCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്താ പറഞ്ഞേ? ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ പോരാട്ടം നടക്കുന്നത് ചേലക്കരയാണ്. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ആ ഭാവി ഞങ്ങൾ നശിപ്പിക്കുന്ന പറഞ്ഞ് കണ്ടില്ലേ അംഗീകാരം. അതായത് 4 മാസത്തിനുള്ളിൽ 4000 വോട്ട് ഞങ്ങൾക്ക് കൂടി. അതുകൊണ്ട് നിങ്ങൾ നുണപ്രചരണം തുടർന്നോ, ആക്രമണം തുടർന്നോ, നിങ്ങൾ വ്യാജ വാർത്തകളുടെ പുറകെ പൊക്കോ. ആ കെ മുരളീധരൻ നിങ്ങളുടെ നേതാവിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ആജീവനാന്ത പ്രതിപക്ഷമായി നിങ്ങൾക്ക് തുടരേണ്ടി വരും. ആജീവനാന്ത പ്രതിപക്ഷം. TP സിന്ധുപോൾ സിന്ധുപോളുമായിട്ടുള്ള ശബ്ദവിനിമയം. BJPക്ക് NDAക്ക് വോട്ട് കൂടുന്നത് LDFിൽ നിന്നും UDFിൽ നിന്നും വരുന്ന വോട്ടുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വോട്ടുകൾ വരും. ഞങ്ങൾ അതിന് ശ്രമിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് വോട്ടുകൾ വരികയും ചെയ്യും. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം. ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഞാൻ പറയട്ടെ അരുൺ, ഒരു ഉപതെരഞ്ഞെടുപ്പിലും നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും അല്ലാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും BJP വലിയ വോട്ടുകൾ നേടി നിലവിലുണ്ടായിരുന്ന വോട്ടുകളുടെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. അത് വളരെ പക്ഷേ നിങ്ങളുടെ കോട്ടകളെല്ലാം പാലക്കാട് തകർന്നു എന്ന് മാത്രമല്ല, അത് പിടിച്ചെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇനി കണ്ടറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാവി. TP സിന്ധുപോൾ. രാജു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM ലീഡ് നേടാൻ സാധിച്ചത്. 2019 15 ഇടങ്ങളിൽ മാത്രമാണ് CPM ലീഡ് നേടിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാജു പറഞ്ഞ കണക്ക് ശരിയാണ്. രാജു നാളെ ഏതെങ്കിലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കുറച്ചാൾ മാറിയെന്നല്ലേ അരുൺകുമാർ സൂക്ഷിച്ചാൽ വീട്ടിലേക്ക് ഇന്നോ വരാതെ കേട്ടാ, എന്നെ സൂക്ഷിപ്പിക്കാൻ നടക്കണ്ട. ഓക്കെ, താങ്ക് യു ശ്രീ. കൈപ്പാങ്ങിന് കിട്ടിയാൽ നിങ്ങൾ കൈകാര്യം ചെയ്യില്ല. അത് പിൻവലിച്ചു. ഇനി അരുൺകുമാറോട് ചർച്ചയാക്കേണ്ടതില്ല. കാരണം ഈ ചർച്ചയിൽ വന്നു തന്നെ രാജു പി നായർ അതിനെ അംഗീകരിക്കുന്നില്ല. അത്തരം ഹിംസാത്മകമായ പോസ്റ്റുകളോട് കോൺഗ്രസ് അകലം പാലിക്കുന്നുവെന്ന് പറഞ്ഞിടത്തോളം അതിട്ട ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമായി തീരുന്നു. അത് ഷെയർ ചെയ്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് മാത്രമായി തീരുന്നു. എന്തായാലും റിപ്പോർട്ടർ TV നിയമ നടപടിയുമായി മുന്നോട്ട് പോകും സ്വാഭാവികമായും. കാരണം അതൊരു വധഭീഷണിയാണ് എന്നുള്ളത് കൊണ്ടും SDPI പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ വന്ന വധഭീഷണി നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് DGPക്ക് പരാതി നൽകേണ്ട, നിയമപരമായി തന്നെ നേരിടേണ്ട കേസാണ്. റിപ്പോർട്ടർ TV നിയമപരമായും ഈ വിഷയം നേരിടും. നന്ദി. CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, BJP പ്രതിനിധി TP സിന്ധുപോൾ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.